എന്തായാലും ശബരിമല അയ്യപ്പൻ്റെ സീസൺ വരുമ്പോൾ, പ്രത്യേകിച്ച് മകരം മണ്ഡല വിളക്ക് കാലത്ത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും, മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു അയ്യപ്പൻ്റെ ഒരു വിഗ്രഹമോ പടമോ എന്തെങ്കിലും വെച്ചിട്ട് പൂജയും 41 ദിവസത്തെ ഭജനയും പായസവും സദ്യയും കഞ്ഞിവീത്തും എല്ലാം ഉണ്ട്. മിക്കവാറും ക്ഷേത്രങ്ങളിലുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ നിന്നാണ് അവർ മാലയിട്ട് ശബരിമലയിൽ പോകുന്നത്. പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ പന്തളത്തും ചെങ്ങന്നൂരും ആ പോകുന്ന ഇടത്തുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ ഇടത്താവളങ്ങളാണ്. മാത്രമല്ല ശബരിമലയിൽ സീസണിലേക്ക് പിന്നെ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരുന്നവർ അതൊരു കേരള ടൂറിസമായിട്ടാണ് അവർ വരുന്നത്. അവർ തിരുവനന്തപുരത്ത് വരെ വരും. ആറ്റുകോവിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ചക്കുളത്താവിലും എല്ലാ ക്ഷേത്രങ്ങളിലും അയ്യപ്പ ഭക്തന്മാർ പോകും. കാരണം അതൊരു തീർത്ഥാടന കാലമായിട്ടാണ് അയ്യപ്പ ഭക്തന്മാർ എടുക്കുന്നത്. പക്ഷേ ആ അയ്യപ്പനെ തൊട്ട് കളിച്ചപ്പോൾ അയ്യപ്പൻ ഒരുന്ന് ഇളകി. അയ്യപ്പൻ ഇളകിയപ്പോൾ സംഭവിച്ചത് കേരളത്തിലെ ഓരോ ക്ഷേത്രങ്ങളിലും നടക്കുന്ന കുഴപ്പങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് എൻ്റെ രസകരമായ. അതുപോലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന കുറേ സ്വർണം അവിടെ നിന്ന് ഏകദേശം 255.83 ഗ്രാം സ്വർണം അവിടെ നിന്നും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. 10-30 പവൻ സ്വർണം അവിടെ നിന്നും അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളായിട്ട് വന്നിരിക്കുന്നു. അതിനേക്കാളൊക്കെ നല്ല രസകരമായ കാര്യം, ആറന്മുള ക്ഷേത്രത്തിൽ വള്ളസദ്യ നടത്തിയപ്പോൾ രസകരമായ കാര്യമാണ് ഉണ്ടായത്. സദ്യ അങ്ങോട്ട് വച്ചു കഴിഞ്ഞാൽ തന്നെ ദേവസ്വം മന്ത്രി വാസവൻ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് പോകാൻ തിരക്കുള്ളത് കൊണ്ട് ഉടനെ തന്നെ ഭക്ഷണം കൊടുത്തു. അപ്പോഴാണ് പ്രശ്നം. ദേവന് ഊട്ടും മുമ്പേ ദേവസ്വം മന്ത്രിക്ക് ഊട്ടിയാൽ ആചാരം പോയില്ലേ? അങ്ങനെ എന്തായാലും ദേവന് ഊട്ടി ഒരു 12 മണിയൊക്കെ ആയി. ഉച്ചപൂജയും ഉഷപൂജയൊക്കെ കഴിഞ്ഞിട്ടതിന് ശേഷമാണ്, നിവേദ്യമെല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഊട്ടുപുരയിൽ നിന്ന് ആർക്കായാലും ഊണ് കൊടുക്കാവൂ. പക്ഷേ വള്ളയോടെ സദ്യക്കാർ മന്ത്രിയെ വിളിച്ചു. മന്ത്രി പോയി. മന്ത്രി ചെന്ന ഉടൻ തന്നെ അവിടുന്ന് ഭക്ഷണവും കഴിച്ചു. അപ്പോൾ സംഭവിച്ചത് എന്താണ്? അവിടെ ദേവന് ഊട്ടിയിട്ടില്ല. അത് വലിയ പ്രശ്നമല്ലേ? അമ്പലത്തിൽ നിവേദ്യമാണ് ഏറ്റവും പ്രധാനം, വളരെ പ്രധാനമാണ്. ആ സമയത്ത് ആരും അങ്ങോട്ട് പോകാറില്ല, വളരെ ദൂരമാണ് മാറി നിൽക്കുന്നത്. ചില ക്ഷേത്രങ്ങളിൽ നട അടയ്ക്കും, പല രൂപത്തിലാണ്. അപ്പോൾ നിവേദ്യം എന്ന് പറയുന്നത് വല്ലാത്തൊരു ഒരു വൈകാരികമായൊരു വിഷയമാണ്. കാരണം ദേവൻ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം, അല്ലെങ്കിൽ ദേവി ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ്. അതൊരു വിശ്വാസികളെ സംബന്ധിച്ച് വലിയ സങ്കല്പമാണ്. അപ്പോൾ ആ സങ്കല്പത്തിന് ബ്രേക്ക് വന്നു ആറന്മുളയിൽ. ഇനി പറഞ്ഞിരിക്കുന്ന പ്രായച്ചിത്തമാണ് നല്ല രസകരമായ പ്രായച്ചിത്തമാണ്. അപ്പോൾ ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ തന്ത്രി ദേവസ്വം ബോർഡിന് കത്തെഴുതി. ഇങ്ങനെയാണ് പ്രശ്നം, ഈ ഒരു പ്രശ്നം കിടക്കുകയാണെന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡിന് പിന്നെ കത്തെഴുതി കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ദേവസ്വം ബോർഡുകാർ തിരിച്ച് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത്. കാരണം പ്രായച്ചിത്തം ചെയ്യണമല്ലോ. ക്ഷേത്രമാകുമ്പോൾ ആചാരം ലംഘിച്ചു എന്ന് തന്ത്രി പറഞ്ഞാൽ, അല്ലെങ്കിൽ മുഖ്യ പോറ്റി പറഞ്ഞാൽ, മേൽശാന്തി പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ പ്രായച്ചിത്തം ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ക്ഷേത്രത്തിൻ്റെ സങ്കല്പം പോയി. അപ്പോൾ പ്രായച്ചിത്തം എന്താണ്? 11.5 അരിയിട്ടാണ് നേരത്തെ പായസം ചോറുമൊക്കെ വെച്ചത്. അതുപോലെ എന്തെല്ലാം ആ വള്ളസദ്യയ്ക്ക് ഉണ്ടായിരുന്നുവോ അതുപോലെ ഒന്നുകൂടി 11 പറ അരി ഒന്നുകൂടി ഇട്ട് അതുപോലെ സദ്യ ഒന്നുകൂടി ഉണ്ടാക്കണം. എന്നിട്ട് അതിൽ നിന്ന് നിവേദിക്കണം. നിവേദ്യം കഴിച്ചതിന് ശേഷം, നേദിച്ചതിന് ശേഷം അത് എല്ലാവർക്കും കഴിക്കാം. അവിടെ പിന്നെ വാസവൻ മന്ത്രിക്ക് വരാം, ആർക്കാണ് വരാതിരിക്കാം. രണ്ടാമതാണ് എണ്ണാപ്പണം എന്ന് പറഞ്ഞാൽ പിടിപ്പണം എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തത്തില്ല, ഇത്ര രൂപ ഉണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താതെ കുറേ ചില്ലറ എണ്ണാപ്പണവും അതുപോലെ തന്നെ അത് പേപ്പറിൽ എഴുതി സമസ്ത അപരാധവും പൊറുക്കണമെന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡിൻ്റെ അസിസ്റ്റൻറ്റ് കമ്മീഷണർമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പള്ളിയോടക്കാരും ആരെല്ലാം ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാവരും അവിടെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്ന് പേപ്പറിൽ ഇത് എഴുതി വച്ച് പിന്നെ എണ്ണാപ്പണവും കൊടുത്ത് പ്രായച്ചിത്തം ചൊല്ലി പ്രായച്ചിത്തം പറയണം. ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, ഇനി മേലിൽ ഇത് ആവർത്തിക്കില്ല, ദേവൻ പൊറുക്കണമെന്ന് പറയണം. എന്തൊരു രസകരമാണ് കാര്യങ്ങൾ. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്ന. വളരെ പ്രതിസന്ധികളുള്ള, അല്ലെങ്കിൽ വളരെ പവിത്രമായി നോക്കുന്ന, അവിടെ എന്താ പറയുക, എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ട് പോകുന്ന ക്ഷേത്രങ്ങളിൽ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ഒക്കെ സമയത്തിരക്കും മറ്റു കാര്യങ്ങൾ കൊണ്ട് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ മറന്നുപോയി അവിടെ പോയി ഭക്ഷണവും കഴിച്ചു പോയപ്പോൾ ഇത് വിവാദമായി. ഇത് കേരളത്തിലൊരു വലിയ പ്രശ്നമാണ്. കാരണം ഹിന്ദു സമാജത്തെ സംബന്ധിച്ചിടത്തോളം സെമറ്റിക് മതങ്ങളല്ല, അത് മുസ്ലിം മതം പോലെ ക്രിസ്ത്യൻ മതം പോലെ സെമറ്റിക് അല്ല. അതുകൊണ്ട് തന്നെ ആചാരങ്ങളിൽ ഒരുപാട് കടുകട്ടിയുമില്ല, ഭയങ്കരമായ ഒരു സ്ട്രിക്ട്നെസ് ഇല്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരിടത്ത് പള്ളിയിലാണെങ്കിലും നടക്കത്തില്ലല്ലോ. അവിടെ ഭക്ഷണം കൃത്യമായി കുർബാനയും മറ്റു കാര്യങ്ങളെല്ലാം കഴിയാതെ അച്ഛൻ ഭക്ഷണം കൊടുക്കുമോ? ആരെങ്കിലും അതെടുത്ത് കഴിക്കാൻ പോകും? ഒരാളിന് കഴിക്കാൻ പോലും പറ്റത്തില്ല. ഭക്ഷണപ്പുര തുറക്ക പോലും ഇല്ല. അച്ഛൻ്റെ അനുവാദം കിട്ടാതെ പള്ളിയിലൊക്കെ നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് പിന്നെ വെള്ളം കൊടുക്കണം, എന്തായാലും ഇതൊന്നും തുറക്ക പോലുമില്ല.
പക്ഷേ ഇവിടെ അങ്ങനെ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയന്ത്രണങ്ങളുള്ളൊരു സമാജമല്ല ഇത്. ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ മന്ത്രിയല്ലേ, മന്ത്രിക്ക് പെട്ടെന്ന് കൊടുത്തുവിടാം എന്ന് വിചാരിച്ചതാണ് ആകെ കുഴഞ്ഞു പോയത്. എന്തായാലും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിരവധി ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരമോഷണം, സ്വർണ്ണമോഷണം, അതുപോലെ തന്നെ കാണിക്ക മോഷണം, പിന്നെ അവിടുത്തെ കൊടുക്കുന്ന വസ്തുക്കളുടെ ക്വാളിറ്റി ഇല്ലായ്മ. ഇപ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ കരിഞ്ഞ അല്ലെങ്കിൽ കറുത്ത ഒരുതരം പൊടിയാണ് അവിടെ കൊടുക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള പർച്ചേസ് സംവിധാനങ്ങൾ, കൊട്ടേഷൻ തുടങ്ങിയ എല്ലാവിധ കുഴപ്പങ്ങളെയും പുറത്തെടുത്തിടുന്നതിന് ശബരിമല ഒരു കാരണമായിട്ടുണ്ട്. കാരണം എല്ലാ ദൈവങ്ങളുടെയും സാങ്കേതികമായി പറഞ്ഞാൽ 1250ഓളം ക്ഷേത്രങ്ങൾ, ഒരു 10-250 ക്ഷേത്രത്തിനാണ് സ്വന്തമായി വരുമാനമുള്ളത്. ബാക്കി വരുന്ന 10,000 ക്ഷേത്രങ്ങളുടെ അന്നദാതാവ് എന്ന് പറയുന്നത് ശബരിമല അയ്യപ്പൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അയ്യപ്പൻ അവരെ രക്ഷിച്ചെടുക്കേണ്ടത് അയ്യപ്പൻ്റെയും കൂടി ആവശ്യമാണെന്നുള്ള നിലയിൽ പുലിപ്പാൽ ഉപയോഗിച്ചുകൊണ്ട് പണ്ട് പന്തളം കൊട്ടാരത്തിൽ അമ്മയെ രക്ഷിക്കാൻ വന്ന മണികണ്ഠൻ എല്ലാ ക്ഷേത്രങ്ങളുടെയും രക്ഷകനായി നിൽക്കുന്ന പുതിയ കാഴ്ച മനോഹരമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലെയും കൊള്ളരുതായ്മകൾ ഒന്നൊന്നായി പുറത്തു വരുന്നു. അതേത് ഭരണമാണ്, അല്ലെങ്കിൽ ഏത് മന്ത്രിയാണ്, അല്ലെങ്കിൽ ഏത് ദേവസ്വം പ്രസിഡന്റ്, ഇതൊന്നും വിഷയമല്ല. ആരായാലും കാലാകാലങ്ങളിൽ നടന്ന കൊള്ളകൾ ഒന്നൊന്നായി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്, ദേവസ്വം ബോർഡിന് ഈ പള്ളിയോട ഭക്ഷണ പരിപാടിയിലൊന്നും ദേവസ്വം ബോർഡിന് വലിയ പങ്കൊന്നുമില്ല, അത് അവർ വിളിച്ചു, മന്ത്രി പോയി ഭക്ഷണം കഴിച്ചു എന്നുള്ളതുള്ള ദേവസ്വം ബോർഡിനകത്ത് പങ്കൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഒരു ദേവസ്വം ബോർഡിന് പങ്കില്ല എന്ന് പറയുമ്പോഴും ദേവസ്വം ബോർഡിൻ്റെ ആളുകളും കൂടി ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. മന്ത്രിക്ക് ഇതറിയില്ലെങ്കിലും കാരണം കമ്മ്യൂണിസ്റ്റുകാരനാണ്, ക്ഷേത്രത്തിൽ പോകുന്ന ആളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് മന്ത്രിക്ക് ഈ ആചാരം അറിയണമെന്നില്ല. എന്നാൽ ഈ ആചാരം അറിയാമെന്നുള്ള, അല്ലെങ്കിൽ നേദിച്ചതിന് ശേഷമേ, നിവേദ്യം കൊടുത്തതിന് ശേഷമേ ഭക്ഷണം കഴിക്കാവൂ എന്ന് അറിയാമെന്നുള്ളവർ മൗനം പാലിച്ചു. അപ്പോൾ അവരും കൂടി പ്രായശ്ചിത്തത്തിലേക്ക് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വളരെ 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 കൗതുകമുള്ള വാർത്തകളാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് കൊള്ളിവയ്പ്പ്, മോഷണം, പിന്നെ ആചാരലംഘനങ്ങൾ, ഇതെല്ലാം കൂടി നല്ല രസമാണ്. ഇത് ആരാണ് ഉണരുക, ആരാണ് ഇതൊക്കെ കൃത്യമായി പരിപാലിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എന്തായാലും നമുക്കെല്ലാം കാത്തിരുന്ന് കാണാം. നിരവധി ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് വീരന്മാർ ഉള്ളത്. തിരുവിതാംകൂർ ദേവസ്വത്തിലാണ് ഇപ്പോൾ ശബരിമലയുള്ളതെങ്കിൽ മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലും മോഷണം തുടങ്ങിയിട്ടുണ്ട്. അവിടെയും 3 പേരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ 3 പേർക്കെതിരെ നടപടി ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളിലും ഇതൊരു വലിയ ചർച്ചയാണ്. അപ്പോൾ തീർച്ചയായും ദേവസ്വം ബോർഡുകളെ പരിഷ്കരിച്ചുകൊണ്ട് ഏകീകൃത ദേവസ്വം ബില്ല് വരുമോ, ദേവസ്വം ബോർഡുകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കി ചെയ്തുകൊണ്ട് കേന്ദ്ര ദേവസ്വം ബിൽ വരുമോ? ഇതാണ് കാലം ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ.